പ്രാർത്ഥിക്കും. പിതാവ് നന്ദിയോട് ശ്രദ്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികൾക്ക് കർത്താവ് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ തന്നെ അനേകം ആൾക്കാർ കർത്താവിനെ അറിയാൻ ഇടപെടേണ്ട കർത്താവ്. അപ്പോസ്തല പ്രവൃത്തി കണ്ടിന്യൂസ്ഡ് ബൈബിൾ സ്റ്റഡി കർത്താവ് ഇത് കേൾക്കുന്ന ആൾക്കാരിലേക്ക് ദൈവത്തിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും ചെല്ലുന്നതിനെ ഓർത്ത് കർത്താവ് നന്ദി പറയുന്നു. കർത്താവ് അഭിഷേകത്തിൽ അങ്ങ് സൂക്ഷിക്കുന്നതോട് നന്ദി പറയുന്നു. ഈ വചനം പ്രസംഗിക്കുമ്പോൾ ഈ വചനത്തിനെതിരായിട്ട് നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തിയും യേശുവിന്റെ തിരത്തൊഴിക്കാൻ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തെ ഞാൻ ശാസിച്ച് ബന്ധിക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ കാസ്റ്റ് ഔട്ട് റൈറ്റ് നൗ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഈ വചനം പൂർണ്ണ ശക്തിയോടുകൂടി അനേകം ആൾക്കാരിലേക്ക് ചിലവള പ്രവർത്തിക്കുന്നവർ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഇപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. മേയർ ഗോഡ് ബ്ലസ് എവരിബഡി മോർ ആൻഡ് മോർ ഇൻ ജീസസ് നെയിം ഐ പ്രേ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലെ പാർട്ട് 13 ഇതിൽ ചാപ്റ്റർ 10 സംസാരിക്കുന്നത്. ഒരു ഭാഗം മൊത്തമായിട്ട് സംസാരിക്കാനായിട്ട് ഇന്ന് സമയമില്ല. അല്പം സമയം എടുക്കും. ചാപ്റ്റർ 10 രണ്ടായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, 13 and 14. ഇതിൽ പറയുന്നത് നമുക്കറിയാം. അതിന് 9 അപ്പോസ്തല പ്രവൃത്തി ചാപ്റ്റർ 9 പറയുന്നത്, 9 അധ്യായത്തിൽ പറയുന്നത്, ഇതിൽ കർത്താവിന്റെ വചനം കർത്താവിനെ ദൈവസഭയെ പീഡിപ്പിക്കുന്ന വ്യക്തിയായിരുന്ന പൗലോസ്. ആ പൗലോസിനെ കർത്താവ്, ദിസ് ഈസ് എ മലയാളം മെസ്സേജ്. ഓക്കെ, there will be English message in this same section tomorrow morning in the same time, 9 a.m. UK time. People, those who are here, you are most welcome to join. Okay, so അതാണ് അപ്പോസ്തല പ്രവൃത്തി പറയുന്നത് വെച്ചാൽ, അപ്പം ഇതിൽ പറയുന്നത്, അപ്പം 9 അധ്യായത്തിൽ പറയുന്ന പൗലോസിനെ കർത്താവ് ടച്ച് ചെയ്തു. പൗലോസ് യാത്ര സ്ഥലത്ത് നിന്ന് പൗലോസ് നിലത്ത് വീണു. തുടർമാനമായിട്ട് കർത്താവ് ശൗൽ നീ എന്തിനെ പീഡിപ്പിക്കുന്നു പൗലോസിനോട് ചോദിക്കുന്നു. പൗലോസിനെ കണ്ണു കാണാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വരുന്നു. തുടർമാനമായിട്ട് നമുക്ക് ദമാസ്കസിൽ പൗലോസ് എത്തുന്നു. അവിടെ അനന്യാസ് എന്ന ഒരു പ്രവാചകനെ, ദൈവദാസനെ കർത്താവ് അപ്പോയിന്റ് ചെയ്യുന്ന പൗലോസിനോട് പ്രാർത്ഥിക്കാനായിട്ട്. അനന്യാസ് പൗലോസിന് മേൽ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പം കണ്ണിൽ നിന്ന് ചെതുമ്പിൽ പോകുന്ന പോലെ മാറുകയും ഒന്ന് വീഴുകയും ആ കാഴ്ചയുടെ തടസ്സം മാറുകയും എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുകയും പൗലോസ് ഭക്ഷണം കഴിക്കുകയും ദൈവവചനം പഠിക്കുകയും ഈ ദൈവം തന്നെ യേശു ക്രിസ്തു എന്ന് എല്ലാവരോടും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതാണ് നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, പാർട്ട് 12 ചാപ്റ്റർ 9. ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി. Glory be to God. Johnson John, God bless you. Thomas Matthew, Claire, Betsy, Jan, God bless you. ഇത് കണ്ടിന്യൂസ് സ്റ്റഡിയാണ്. ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് എവരി വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ നമുക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും, ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അത് ബൈബിൾ സ്റ്റഡി തന്നെ. എവരി വെനസ്ഡേ മലയാളത്തിലും എവരി ഫ്രൈഡേ ഇംഗ്ലീഷിലുമാണ്. പ്രൈസല്ലോ സാധിക്കുന്ന ആൾക്കാർക്ക് സൂം ലിങ്ക് അയച്ചു തരാം. UK ടൈം മോർണിംഗിലായിരിക്കും. പ്രൈസല്ലോ ഇന്ത്യൻ ടൈം അറൗണ്ട് 2 PM or 12:30 1 PM ലൈക്ക് ദാറ്റ്. അപ്പം അങ്ങനെ ഒരു 4 മണിക്കൂർ വ്യത്യാസമുണ്ട്. 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അപ്പം അങ്ങനെ സാധിക്കുന്ന ആൾക്കാരെല്ലാം എല്ലാവരും ജോയിൻ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. സൂമിൽ പ്രത്യേകിച്ച് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ജോയിൻ സൂം പറഞ്ഞിട്ട് സൂം ലിങ്ക് ഇപ്പോൾ ബൈബിൾ സ്റ്റഡിയിൽ നിന്ന് അയച്ചാൽ മതി. അല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മുടെ വാട്സാപ്പിലോ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം ലിങ്ക് പേഴ്സണലായിട്ട് തരുന്നതായിരിക്കും. അപ്പം ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ അതിൽ 10 അധ്യായത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാർട്ട് 13 10 അധ്യായത്തിൽ പറയുന്നതാണ്. നമ്മൾ 10 അധ്യായം വായിക്കുന്നത്. പൗലോസ് ഇങ്ങനെ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് കർത്താവിനെ അറിഞ്ഞു, കർത്താവ് ടച്ച് ചെയ്തു. തുടർമാനമായിട്ട് പൗലോസ് അനന്യാസിനെ കർത്താവ് ഏൽപ്പിച്ചു പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. ഒരാൾ വീഴുമ്പോൾ പ്രാർത്ഥിക്കാൻ ഒരാൾ വേണം പറയുന്നത്. അതാണ് കൂട്ടായ്മ ഉള്ളൂ. നമ്മളിപ്പം കൂട്ടായ്മ വേണ്ടെന്നൊക്കെ പറയും. വീണ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഒരാൾ വേണം. തുടർന്ന് വെച്ചാൽ പ്രയർ സപ്പോർട്ട് തരുവാനുള്ള ആൾ വേണം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലും യേശുക്രിസ്തു രാത്രി കാലങ്ങളിൽ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, മലയിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു.
പറയത്തല്ലോ. പറഞ്ഞേ അപ്പോസ്തലപ്രവൃത്തി 10:1 വാക്യം പറഞ്ഞേ, കൈസരിയിൽ ഇത്താലി എന്ന പട്ടണത്തിൽ കൊർണേലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. 10 പറയുന്നത് വെച്ചാല് അപ്പോസ്തലപ്രവൃത്തി 10:2 തുടർന്നായിട്ടൊന്ന് വായിക്കുന്നു. നോക്കി എന്ന് വെച്ചാല് ഈ അപ്പോസ്തലപ്രവൃത്തി 10 ജാതികളിലേക്ക് കർത്താവിന്റെ വചനം ചെല്ലുകയാണ്. ജാതികളും കർത്താവിനെ അറിയാണ്. യഹൂദന്മാർക്ക് മാത്രമല്ല കർത്താവിന്റെ വചനം, ജാതികൾക്കും വേണ്ടിയുള്ളതാണ് കർത്താവിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ജാതികളും കർത്താവിനെ അറിയാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അതാണ് ആ ശുശ്രൂഷയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ സ്ട്രീറ്റിൽ പ്രസംഗിക്കുമ്പോൾ ജാതികളാണ് കർത്താവിനെ അറിയുന്നത്. ഇനി പറഞ്ഞേ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സസ് 1. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോസ്തലപ്രവൃത്തി അതിൽ 10 അതിൽ 1 വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെയറിങ് കപ്പിൾ. ഓക്കെ, വളരെ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഷെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ കർത്താവിന്റെ വചനം അറിയാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഗ്ലോറി ബി ടു ഗോഡ്. ഈ പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി അതില് 10:1 വാക്യം പറഞ്ഞ്, അത് കൈസരിയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർണേലിയോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർണേലിയോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പം അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്ന കർത്താവേ എന്ന് ചോദിച്ചു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 10:4 വാക്യം. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു. പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നു, ദാനധർമ്മം ദൈവസന്നിധിയിൽ എത്തുന്നു. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ വ്യർത്ഥമല്ല എന്ന് പറഞ്ഞോളട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. അപ്പൊ അതാണ് പൗലോസ് പറയുന്നത്, ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ കാര്യത്തിനും ദൈവത്തിന് സ്തോത്രം ചെയ്യും. അതാണ് പിതാവായ ദൈവത്തിന് നമ്മോടുള്ള തിരികിതം. നമ്മളെല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, അപ്പൊ പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏത് സമയം പ്രാർത്ഥിക്കാം. അപ്പം ജാതീയനായ വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ദൈവം അറിഞ്ഞിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് സ്വീകരിക്കുന്നു. എന്ന് വെച്ചാൽ കാളയുടെയും വിഗ്രഹത്തിന്റെയും അതേപോലെ തന്നെ മണ്ണുണ്ടാക്കിയ കല്ലിന്റെയും മൊത്തത്തിനും അല്ല പ്രാർത്ഥിക്കുന്നത്. അവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ജീവിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ഇത് പറയുന്നേ അപ്പോസ്തലപ്രവൃത്തി പറയുന്നേ, അവൻ ഏകദേശം 9 മണി നേരത്തെ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ, തന്റെ കൊർണേലിയോസിന്റെ കാര്യം പറഞ്ഞേ, ഒരു ദൈവദൂതൻ തന്റെ അടുക്കലകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർണേലിയോസേ എന്ന് തന്നോട് പറയുന്നത് കേട്ടു. അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്ന കർത്താവേ എന്ന് ചോദിച്ചു. കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട്. ഇത്രോ ദൈവം തന്നെ ജാതീയനായ വ്യക്തിക്ക് ഞാൻ യേശു ക്രിസ്തുവാന്ന് വെളിപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു. അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ചു പത്രോസ് എന്ന് പേരുള്ള ശിമോനെ വരുത്തുക. അതാണ് കർത്താവിന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ വേണം. അതാണ് കർത്താവിന് ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ, ഒരു പട്ടണത്തിൽ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ, ഈ പോർട്സ്മൗത്ത് ചെയ്യണമെങ്കിൽ ഞാൻ വേണം എന്ന് ഞാൻ പറയും. ഇതല്ലോ. അപ്പൊ ഓരോ പട്ടണത്തിലും കർത്താവിന് ഓരോ പ്രവൃത്തി ചെയ്യണമെങ്കിൽ, ഓരോ സ്ഥലത്തും ചെയ്യണമെങ്കിൽ ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ വേണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കർത്താവിന് വേണം. അപ്പൊ പത്രോസ് ദൈവനാമത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ പത്രോസിനെ കർത്താവിന് വിശ്വസിച്ച് ഒരു കാര്യം ഏൽപ്പിക്കാനായിട്ട് പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പൊ പത്രോസിനെ ഒരു കാര്യം വിശ്വസിച്ച് കർത്താവിനെ ഏൽപ്പിക്കണമെങ്കിൽ പത്രോസ് കർത്താവിന് വേണ്ടി നിൽക്കണം. അപ്പൊ നമ്മളെ വിശ്വസിച്ച് കർത്താവ് ഒരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം പ്രസംഗിച്ചിട്ട് നമ്മൾ ഇട്ടോടി പോകരുത്. ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴും, ഒരു പ്രോസിക്യൂഷൻ വരുമ്പോഴും, നടക്കാൻ നിവൃത്തിയില്ലാത്ത, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളും ഒക്കെ വരുമ്പോഴും നമ്മൾ ഉറച്ചു നിൽക്കണം.
ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഈ ദൈവത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ കോട്ടമതികൾ ചാടിക്കിടക്കുമെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുക്കളെ ഇരട്ടി വരും, ഇഷ്ടമാതിരി വരും. ഒന്നെങ്കിൽ ശത്രുക്കളെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി കർത്താവ് വാക്കും, അല്ലെങ്കിൽ അവർ ഈ മരിച്ച ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, നിത്യ നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് നമ്മുടെ ശത്രുക്കളെ, അതാണ് കർത്താവ് പറയുന്നത്, നിന്റെ എതിരാളികളിൽ നിന്ന് ഒന്നിനെയും നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് നിന്റെ നാശത്തിനും അല്ല, അവരുടെ നാശത്തിനും നിന്റെ രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ അടയാളമാണ്. അല്ലെങ്കിൽ അവരുടെ നാശത്തിനും, നിന്റെ നാശത്തിനുമല്ല. അപ്പൊ അത് പറഞ്ഞ വിചാരം, അത് നിന്റെ എതിരാളികളിൽ നിന്നുള്ള ഒന്നിനെയും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് അവരുടെ നാശത്തിനും നിന്റെ രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ അടയാളമാണ്, നമ്മുടെ രക്ഷയ്ക്കുള്ള ദൈവത്തിന്റെ അടയാളമാണ്. കാര്യം മിസ്റ്റേക്ക് എന്ന ആ വാക്കിനെ യേശുവിന്റെ തിരത്തൊഴിച്ച് അത് സോറി ചോദിച്ച് അത് ക്യാൻസൽ ചെയ്തു യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ ബൈബിൾ വാചന നമുക്ക് തിരുത്താൻ പറ്റത്തില്ല. ഇത് പറഞ്ഞത് എന്താ വെച്ചാൽ, അവനെ ഉറ്റുനോക്കി ഭയപരുഷനായി എന്താകുന്ന കർത്താവേ എന്ന് ചോദിച്ചു. അവനോട് നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നും മറുപേരുള്ള ശിമോനെ വരുത്തുക. പത്രോസ് ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തിയായിരുന്നു. ഒരു നാൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞു, പക്ഷേ ദൈവത്തെ അറിഞ്ഞു. വീണ്ടും നിത്യകരുണയോടുകൂടി ദൈവം സ്വീകരിച്ചു. ദൈവരാജ്യത്തിന് വേണ്ടി രാജ്യത്തിന്റെ അപ്പസ്വലനായിട്ട് കർത്താവ് പത്രോസിനെ നിയമിച്ചു. പത്രോസിന്റെ അടുത്ത് ഈ പത്രോസ് തുടങ്ങിയ അപ്പസ്വലന്മാരെ കൈവപ്പിനാലാണ് സ്റ്റെഫാനോസ്, ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഫിലിപ്പൊക്കെ അഭിഷേകം പ്രാപിച്ച് 7 പേരെ തെരഞ്ഞ് മേശയെ ശുശ്രൂഷ ചെയ്ത് 7 പേരെ തെരഞ്ഞെടുത്ത്. ഓൾറെഡി നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഹല്ലേലൂയ. തുടർമാനമായിട്ട് നമുക്കറിയാം, സ്റ്റെഫാനോസ് കൊല്ലപ്പെട്ടു. ഫിലിപ്പെല്ലാം കർത്താവിന്റെ വചനം സമരാപട്ടണം ഇളക്കി മറിച്ച് പ്രസംഗിച്ചു. എത്യോപ്യയൊക്കെ രാജ്ഞിയോടെ, അതുപോലെ തന്നെ ട്രഷറി സൂക്ഷിപ്പുകാരനായ ഷണ്ടനോട്, യൂനക്കിനോട് കർത്താവിന്റെ വചനം പ്രസൂഷിച്ചു. അദ്ദേഹം രക്ഷിക്കപ്പെട്ടുകൊണ്ട് സ്നാനമെടുത്തു. രക്ഷിക്കപ്പെടുന്നവർക്ക് സ്നാനമുണ്ട്. അതാണ് പറയുന്നത്. പലരും വിചാരിക്കും സ്നാനമില്ലെന്ന്. സ്നാനമുണ്ട്. സ്നാനമില്ല എങ്കിൽ നിങ്ങൾക്ക് നിത്യവും കിട്ടത്തില്ല. രക്ഷിക്കപ്പെടുകയും മുഴുവൻ സ്നാനപ്പെടുകയും ചെയ്യുന്നതും രക്ഷിക്കപ്പെടുമെന്ന് മർക്കോസ് സുവിശേഷം 16 അധ്യായത്തിൽ 16 വാക്യം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ശിഷ്യസ്നാനമല്ല, മറിച്ച് നമ്മൾ പൂർണ്ണ ബോധ്യത്തോടുകൂടി മുഴുവൻ സ്നാനം എടുക്കാൻ ദൈവത്തിന് വിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നു. ഇത് പറഞ്ഞു വെച്ചാൽ, അപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് പ്രാർത്ഥിക്കുന്ന ജാതീയനായ കൊർന്നേലിയസിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്, ദൂതൻ സംസാരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥനയും യാചനയും എൻ്റെ പക്കൽ എത്തിയിരിക്കുന്നു. നമ്മൾ എത്ര നിസ്സാരമായി പ്രാർത്ഥിച്ചാലും നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തും, പ്രിയമുള്ളവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ എല്ലാ പ്രാർത്ഥനയും നമ്മൾ എന്തൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥന എല്ലാം ദൈവം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നിശ്ചയമായിട്ടും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഇത് പറഞ്ഞ, ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ചു പത്രോസ് എന്നും മറുപേരുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കലക്കാരനായ ശിമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞതാണ് കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ എല്ലാം കാണിക്കും. ഈ ദിവസവും ഞാൻ സ്വപ്നങ്ങൾ, കർത്താവ് എനിക്ക് ദർശനങ്ങൾ തരാറുണ്ട്. ദിവസവും ദർശനങ്ങൾ, ഓരോ ദിവസവും ഓരോ ദർശനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എല്ലാ കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം കർത്താവ് ദർശനങ്ങൾ കാണിക്കും. ദർശനങ്ങൾ കൂടെ എന്നെ ഗൈഡൻസ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഓൺലൈൻ വാച്ച് ചെയ്യുന്ന എല്ലാവരോടും പറയുന്നത്, ദർശനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി സെപ്പറേറ്റ് സെക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനങ്ങൾക്ക് വേണ്ടി എങ്ങനെ കർത്താവിന്റെ സ്വരം കേൾക്കാമെന്നോ, പ്രൈസ് ദി ലോർഡ്, ഇതിനെപ്പറ്റി ഒരു സെപ്പറേറ്റ് സെക്ഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം നമ്മൾ ദർശനങ്ങൾ കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മോട് സംസാരിക്കേണ്ട കർത്താവ് ആഗ്രഹിക്കുന്നു. അത് ജോവിന്റെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട്, 1 or 2 പ്രാവശ്യം ഡെയിലി കർത്താവിന്റെ എല്ലാവരോടും കർത്താവ് സംസാരിക്കുന്നു. പക്ഷെ നമ്മൾ കേൾക്കാത്തത് നമ്മൾ ദൈവസാന്നിധ്യം ഇല്ലാത്ത കാരണമാണ്. ദൈവസാന്നിധ്യത്തിൽ ഇല്ലാത്ത കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ തോൽക്കലക്കാരനായ ശിമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു. അവന്റെ വീട് കടപ്പുറത്ത് ആകുന്നു എന്ന് പറഞ്ഞു. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ 2 പേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഈ ഒരു പടയാളിയെയും വിളിച്ച് സകലൊന്നും വിവരിച്ചു പറഞ്ഞു യോപ്പയിലേക്ക് അയച്ചു. അതാണ് കറക്റ്റ് അഡ്രസ്സും പേരും സ്ഥലവും വീടും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കും. കർത്താവിന് തെറ്റുവരുതൽ. കർത്താവ് നമുക്കൊരു ഗൈഡൻസ് തന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കും, അതിന് വ്യക്തതയുണ്ടായിരിക്കും, അതിനൊരു ഫിനിഷിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാര്യത്തിന് അവിടെ ഇവിടെയും കാല് വെച്ചിട്ട് തള്ളിക്കളയുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം സത്യസന്ധനായ ദൈവവും വിശ്വസ്തനായ ദൈവവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്ത് പറഞ്ഞു തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഉപദേശിച്ച് പറഞ്ഞു തരുന്ന ദൈവമാണ്. ചതിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിനോട് നമ്മൾ ചോദിക്കണം.
ഈ ദൈവം നമ്മളെ ഒരു നാളും കൈവിടത്തുമില്ല, ഉപേക്ഷിക്കത്തുമില്ല. ഇപ്പൊ നമ്മള് ശത്രുക്കൾ നമ്മളെ തകർക്കാൻ ശ്രമിക്കും, അവരെ കൊണ്ട് പറ്റുന്ന പോലെ ശ്രമിക്കും. ഈ നമ്മുടെ ശത്രുക്കളെ മരിച്ച് ഈ ലോകത്തിന് മാറ്റിയിട്ടാണെങ്കിലും, മരിച്ച് ഈ ലോകത്തിൽ നിന്ന് അവരെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും കർത്താവ് നമുക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ശത്രുക്കളെ നോക്കേണ്ട കാര്യം, നമുക്കെതിരെ കൈവെക്കുന്നവരെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പൈസല്ലോ കേലരി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 10 അധ്യായം 8 വാക്യം പറഞ്ഞ് 10 അധ്യായം ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സസ് 7 അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം, അതാണ് കർത്താവ് പറഞ്ഞ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സസ് 5, യോപ്പയിലേക്ക് ആളയച്ചു പത്രോസ് എന്ന മറുപടിയുള്ള ശിമോനെ വരുത്തുക. അവൻ തോൽക്കൊലക്കാരനായ ശിമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു, അവന്റെ വീട് കടപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 10 വേഴ്സസ് 7 7 വാക്യം പറയുന്നത്, 10 വാക്യം പറഞ്ഞ് അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാരി 2 പേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ച് പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. തുടർന്ന് പറയുന്നത്, പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കും. ഒത്തിരി ദൂരമുണ്ട്. കൊർന്നേലിയുടെ ഭവനത്തിൽ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് ഒത്തിരി ദൂരമുണ്ട്. കർത്താവ് പറഞ്ഞപ്പോൾ അനുസരിച്ചു. അനുസരണം പ്രധാനപ്പെട്ട കാര്യമാണ്. കർത്താവ് നമ്മളോട് ചില സമയത്തൊക്കെ അപ്പൊ നമ്മൾ കർത്താവ് പറയുന്നത് കേൾക്കത്തില്ല. പക്ഷെ കർത്താവ് നമ്മളെ തല്ലിപിടിക്കാനും വരത്തില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ വിടുതലുള്ളൂ. അത്രേ ഉള്ളൂ, അല്ലാത്ത വേറെയൊന്നുമല്ല. നമ്മളത് അനുസരിച്ചിട്ടുണ്ടെങ്കിലേ വിടുതലുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. ഇത് പറഞ്ഞ പിറ്റന്നാൾ അതാണ് കൊർന്നേലിയോസിനോട് പറഞ്ഞു, കൊർന്നേലിയോസ് അനുസരിച്ചു. ഞാനൊക്കെ കപ്പൽ സ്ഥലത്ത് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പോകേണ്ട സ്ട്രീറ്റുകളിലും റിവ്യൂയിലുള്ള സ്ഥലങ്ങളും ആൾക്കാർ രക്ഷിക്കപ്പെട്ട സ്ഥലമെല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും. അവിടെ പോയി പ്രസംഗിച്ച് കഴിയുമ്പോൾ ആൾക്കാർ രക്ഷിക്കപ്പെട്ടു. പ്രൈസല്ലോ കേരള ഇപ്പം തന്നെ പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 മണി നേരത്ത് പ്രാർത്ഥിപ്പാൻ പെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്കും അവന് ഒരു വിശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തീപ്പോൾ തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. പ്രൈസല്ലോ ഞാൻ ഇത് പറഞ്ഞ് അതിന് പത്രോസ് ഒരിക്കലുമില്ല. പത്രോസിന് ആ ദർശനം തന്നെ കർത്താവ് കൊടുക്കുകയാണ്. ശിമോൻ ദർശനം, കൊർന്നേലിയോസിന്റെ ദർശനം കൊടുത്തു, അതേപോലെ തന്നെ പത്രോസിനും കൊടുത്തു. അതാണ് കർത്താവ് നമ്മോട് സംസാരിക്കുമ്പോൾ. യാക്കോബ് അവിടെ വിട്ട് പോന്നു കഴിഞ്ഞപ്പോൾ, ലാബാന്റെ അടുത്ത് വിട്ട് ഓടി പോന്നു കഴിഞ്ഞപ്പോൾ ലാബാന് കർത്താവ് ദർശനം കൊടുത്തു. രാത്രി ദർശനം സംസാരിച്ചു. യാക്കോബിനോട് ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ ഒന്നും സംസാരിക്കട്ടെ ഹേലലിയ എന്ന കമാൻഡ്മെന്റ് കൊടുത്തു. അതാണ് നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് എതിരാളികൾക്കും കർത്താവ് അവരോട് സംസാരിക്കും. അതിന് മറുതലിച്ച് നിന്ന് കഴിഞ്ഞാൽ ദൈവശിക്ഷ വരും. ഒന്നെങ്കിൽ അവരിൽ നിന്ന് മാറ്റപ്പെടും, ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെന്നോട് വേറെ എന്തെങ്കിലും ശിക്ഷ വരും. അവർ പദ്ധതി കൂട്ടി നമുക്കെതിരെ പദ്ധതി കൂട്ടി ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ കർത്താവ് നിശ്ചയമായിട്ടുണ്ട്. അതാണ് ദൈവഭക്തന്മാർക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ശിക്ഷയുണ്ട്. അത് മാറ്റമില്ല. 100% കണ്ടംനേഷൻ ഉണ്ട്. അത് എപ്പോഴാണെന്ന് അറിയത്തില്ല, അതുണ്ട്. അതിന് മാറ്റമില്ലാക്കായിരുന്നു. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല, കർത്താവ് മല്ലമോ അച്യുതമോ ആയത് ഞാൻ ഒന്നും തിന്നിയില്ല. കർത്താവ് പത്രോസിന് വെളിപാട് ദർശനം കൊടുക്കുകയാണ്. അപ്പം ഒന്നുകൂടെ വായിക്കേണ്ട ആഗ്രഹിക്കുന്നു. അപ്പം ഒന്നുകൂടെ ദർശനം പത്രോസാണ്. അവര് വളരെ വിശന്നിട്ട്, പത്രോസ് 10 അധ്യായം 10 വാക്യം പറഞ്ഞു, പത്രോസ് വളരെ വിശന്നിട്ട്. കർത്താവ് ദൈവ ദർശനം വരാൻ പോകുമ്പോൾ ഒരു വരൾച്ച ഉണ്ടാകും, നമുക്ക് ഒരു വിവശതയുണ്ടാകും, ഒരു ഒറ്റപ്പെട്ട അവസ്ഥയുണ്ടാകും, എല്ലാവരും കൈവിട്ട ഒരു അവസ്ഥ ഉണ്ടാകും. കർത്താവിന് പ്രത്യേക കാര്യം നമ്മോട് സംസാരിക്കേണ്ട ആവശ്യം വരുമ്പോഴും, നമ്മളെ പ്രത്യേക പദ്ധതിക്ക് വേണ്ടി കർത്താവ് നമ്മളെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും, പുതിയൊരു അഭിഷേകം നമ്മളിലേക്ക് പകരാനായിട്ട് വരുമ്പോഴും ഒക്കെ കർത്താവ് കഴിഞ്ഞാൽ പുതിയ കൃപകളും അതേപോലെ തന്നെ നമ്മളിലേക്ക് തരുവാനായിട്ട് കർത്താവ് പുതിയൊരു തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടി ചെയ്യുമ്പോൾ ഒരൊറ്റപ്പെട്ട ഒരു വിവശതയ്ക്ക് ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. അതോർത്ത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. കർത്താവ് പറയുന്നുണ്ട്, ഇതിലും സകല കഷ്ടതകളിൽ നിന്നും അവരെ പരീക്ഷയോടുകൂടി പോക്ക് വഴികളും തരുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് വചനത്തിൽ പറയുന്നു. ഇത് പറയുന്നതെന്ന് വെച്ചാൽ അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്കും അവന് ഒരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തൂപ്പെട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ട്. പത്രോസ് ഇതൊക്കെ എങ്ങനെ കഴിക്കും പിന്നെ ഞാല് എന്ന് പറയുന്നു. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല, കർത്താവേ മലിനമോ അശുദ്ധമായിരുന്നു ഞാൻ ഒരു നാളും കഴിച്ചു. അതാണ് പറയുന്നത്.
ഈ അശുദ്ധവും മല്ലുമായിട്ടൊന്നും ഞാൻ കഴിച്ചിട്ട് ഇനി കഴിക്കാൻ പോകുന്നില്ലെന്ന് പത്രോസ്. നമ്മുടെ ദൈവരാജ്യത്തിൽ നിൽക്കുമ്പോൾ കത്ര പറയുന്ന ചെയ്യുന്നത് എഴുതല്ലോ കേലലിയ. ചിലപ്പോൾ നമുക്ക് ഇഷ്ടം കാണത്തില്ല. മതിയായിട്ട് ഒബേ നമ്മൾ ജീവിക്കുന്നതും ചരിക്കുന്നതും നിൽക്കുന്നതും എല്ലാം കർത്താവിന്റെ കൃപയാലാണ്. എഴുതല്ലോ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതെല്ലാം ദൈവം തായസ് ഒന്നതാണ്. പലരും ചിലപ്പോൾ ഈ വചനം കേട്ടതിന് ശേഷം ചിലപ്പോൾ മരിച്ച ലോകത്തിൽ മാറ്റപ്പെടാം. മരിക്കുന്നല്ല പറയുന്നത്. ചിലപ്പോൾ നിത്യതയിൽ പോയി, ചിലപ്പോൾ നരകത്തിൽ പോകും. എഴുതല്ലോ കേലലിയ. നമ്മൾ ഓരോ ആയുസ്സും നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയാം. ഇന്ന് രാവിലെ ഏൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. സത്യദൈവത്തെ ആരാധിക്കണം. ഈ ദൈവം തന്ന ദിവസത്തെ ഓർത്ത് നമ്മളെ മഹത്വം കൊടുക്കണം. പ്രൈസല്ലോ കേലലി. നമ്മൾ ശത്രുക്കളോട് തല്ലുപിടി, നമുക്കെതിരെ വളരെ അപഘാതം പറഞ്ഞാൽ നമ്മൾ തല്ലുപിടിക്കാൻ പറ്റും. എനിക്കെതിരെ ആരൊക്കെ നേരത്തെ പറയുമ്പോൾ ഞാൻ അവരോട് തല്ലുപിടിക്കാനും പോകാൻ നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അവരെ തന്നെ കർത്താവ് ഇല്ലാതായിക്കോളും. പ്രൈസല്ലോ നമ്മളതിനോട് നമ്മുടെ കാര്യം നമ്മൾ ദൈവവേല ശക്തിപ്പെട്ട് മുന്നോട്ട് പോകും. പ്രൈസല്ലോ കേലലിയ. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യണം. അത് ദൈവത്തിന്റെ ഡ്യൂട്ടിയാണ്. കർത്താവ് നമുക്ക് ശത്രുക്കളെതിരെ കർത്താവാണ് പോരാടുന്നത്. അതിന് പത്രോസ് ഒരിക്കലും പാടില്ല. കർത്താവ് മല്ലമോ അശുദ്ധമായ യാതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. അത് കർത്താവിന് അറിയാലോ. കർത്താവിന് കൂടെ ആയിരുന്നല്ലോ പത്രോസ്. ആ ശബ്ദം 2ാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മല്ലമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഏത് ഭക്ഷണം നമുക്ക് കഴിക്കാം, അത് യേശുവിന്റെ തിരത്തൊഴിച്ച് അത് ശുദ്ധി ചെയ്തിട്ട് പ്രാർത്ഥിച്ച ശേഷം നമുക്ക് എല്ലാ ഭക്ഷണവും കഴിക്കാനായിട്ട് പറ്റും. എന്നെ കേൾക്കുന്ന എല്ലാവരും ഭക്ഷണം നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും യേശു ക്രിസ്തുവിന്റെ നാമത്തിലും യേശുവിന്റെ തിരത്വത്തിലും നമ്മൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഒരു വിക്കിഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം എന്ന് പറയുന്നത് ഏത് ലോകം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലോകത്തിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സകലവിധ വഞ്ചനയും കാപട്യവും നിറഞ്ഞ ലോകങ്ങളാണ്. മന്ത്രവാദവും നിറഞ്ഞ ലോകങ്ങളാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാലും യേശു ക്രിസ്തുവിനെ തിരത്തൊഴിച്ച് യേശുവിന്റെ നാമത്തെ അത് വിശുദ്ധീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ വിശുദ്ധീകരിക്കണം. ഇപ്പം ആ ശബ്ദം 2ാം പ്രാവശ്യം അവനോട് ദൈവം ശുദ്ധീകരിച്ചത് നീ മല്ലമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3ാം പ്രാവശ്യം ഉണ്ടായി. പിന്നെയും പറഞ്ഞു. അതാണ് കർത്താവ് ഒരു കാര്യം പറഞ്ഞെങ്കിൽ നമ്മൾ കേട്ടില്ലേ, വീണ്ടും പറയും. പിന്നെ ചോദിച്ചാൽ വീണ്ടും പറയും. അത് ദിനവൃത്താന്ത പുസ്തകത്തിലേക്ക് നമുക്ക് അറിയാം. ദാവീദിനോട് ഒരു പ്രാവശ്യം ചോദിച്ച കാര്യങ്ങൾ പിന്നെയും കർത്താവ് ദാവീദിനോട് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമ്മുടെ ദൈവം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ മതിയാവുന്നോട് പേരും പറഞ്ഞു തരും. വലിയ ഫോർമാലിറ്റി ഒന്നുമല്ല. ദൈവത്തിന് ഫോർമാലിറ്റി ഒന്നുമില്ല. ദൈവത്തിന് തിരക്കൊന്നുമില്ല. ദൈവം 800 കോടി ആൾക്കാർക്ക് വേണ്ടി നിന്നിട്ട് സർവശക്തനായ ദൈവം നമ്മൾ എത്ര ചോദിച്ചാലും നമ്മളോട് പറഞ്ഞു തരും. പക്ഷെ നമ്മളോട് നിൽക്കണം. പ്രൈസല്ലോ. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കണം. ആ ദൈവത്തിന് വിശുദ്ധാത്മാവ് ആഗ്രഹിക്കണം. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ 3ാം പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. പ്രൈസല്ലോ. ഈ കണ്ട ദർശനം എന്തായിരിക്കുമെന്ന് പത്രോസ് ഉള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊർന്നേലിയോസ് അയച്ച പുരുഷന്മാർ ശിമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിക്കൽ വന്നു. കർത്താവ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരിക. ജോസഫിന് ദർശനം കൊടുത്തു. സഹോദരന്മാരെ മുമ്പിൽ നിൽക്കുന്നുള്ളു. അതിന് പൊട്ടക്കിണറും അതേപോലെ തന്നെ കാരാഗ്രഹവാസവും ഒന്നും കർത്താവ് പറഞ്ഞു കൊടുത്തില്ല. ഇതിനെ പറയും അതിന്റെ ഫിനിഷിംഗ് മോന് കർത്താവ് കാണിച്ചു കൊടുക്കും. ചെയ്തല്ലോ. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ എന്നാലും കർത്താവ് പരീക്ഷയോട് കൂടി ഒക്കെ വിഷയങ്ങളും കർത്താവ് തരും. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ അലയും. പക്ഷെ കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന് തന്നെ ഒത്തവണ്ണം തന്റെ ആവശ്യങ്ങളെല്ലാം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായിട്ട് തീർത്ത് തരുമെന്ന് പ്രൈസലോ ദൈവത്തിന്റെ വചനം പറയുന്നു. ഫിലിപ്പിയർ ലേഖനത്തിൽ പറയുന്നു. പ്രൈസലോ നമുക്ക് വലുതും സഫലവുമായ ഒരു വലിയൊരു വാതിൽ കർത്താവ് തുറന്നിരിക്കുന്നു എന്ന് ബൈബിളിൽ പറയുന്നു. പുതിയ പറയുന്നു. എതിരാളികൾ പലതുണ്ട്, എങ്കിലും നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. അതാണ് ദൈവത്തിന് വചനം പറയുന്നത്. കർത്താവിൽ ആശ്രയിക്കുന്നവരോ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവര് ഓടിയാൽ തളരത്തില്ല, നടന്നാൽ ക്ഷീണിക്കത്തില്ല എന്ന് കർത്താവ് പറയുന്നു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തിയും ബലമില്ലാത്തവർക്ക് ബലവും കൊടുക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40 അധ്യായത്തിൽ പറയുന്നു. 29 വാക്യത്തിൽ പറയുന്നു. പത്രോസ് എന്നും മറവിയിലുള്ള ശിമോൻ ഇവിടെ പാർക്കുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. അപ്പോൾ പത്രോസ് ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ കൊർന്നേലിയോസിൽ വെച്ച ആൾക്കാർ പത്രോസിന് മുമ്പേ നിന്നു. വാതിക്കൽ തോന്നുന്നത് തട്ടി വിളിച്ചു. പത്രോസ് ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവനോട് 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു. നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചത് കൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകുക എന്ന് പറഞ്ഞു. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തമായിട്ട് സംസാരിക്കും, സ്പഷ്ടമായിട്ട് സംസാരിക്കും. നമുക്ക് എത്ര ബുദ്ധിമുട്ടാളും പോകേണ്ട വഴികൾ പറഞ്ഞു തരും, നമുക്ക് പോകേണ്ട വഴികൾ ഡയറക്ഷൻ തരും. അതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് തരുന്ന പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സംശയിക്കാതെ അവരോട് പോകുക എന്ന് പറഞ്ഞു. അപ്പം പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്തെന്ന് ചോദിച്ചു. അതാണ്
അതിന് അവൻ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയിലും നല്ല സാക്ഷ്യം കൊണ്ടവനും ആയ കൊർന്നേലിയോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന ഒരു വിശുദ്ധ ദൂതനാൽ അരുൾപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ അറിയാത്ത ആ യഹൂദനായ കൊർന്നേലിയസിന്റെ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ദൂതനെ ഇറങ്ങിച്ചെന്ന് വ്യക്തമായിട്ട് യേശു ക്രിസ്തുവിനെ പറ്റി കേൾക്കുവാനായിട്ട് യേശു ക്രിസ്തുവിന്റെ ദാസനായ ശിഷ്യനായ പത്രോസിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഡയറക്ഷൻ കൊടുത്തു. അതേപോലെ തന്നെ ആ കൊർന്നേലിയസ് ആൾക്കാരെ വിളിച്ച് പത്രോസിനെ വരുത്തുവാനായിട്ട് ഇടവരുന്നു. ഇത് പറയുന്നത് വെച്ചാൽ അതിന് അവൻ നീതിമാനും ദൈവഭക്തനും പത്രോസിനോട് പറയുവാണ്, കൊർന്നേലിയസ് അയച്ച വ്യക്തികൾ പറയുവാണ്, അതിന് അവർ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും സകല നല്ല സാക്ഷ്യം കൊണ്ടവനും ആയ കൊർന്നേലിയോസ് എന്ന ശതാധിപനും നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം എന്നൊരു വിശുദ്ധ ദൂതനാൽ അരുൾപ്പാട് ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരെ അകത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. പിറ്റന്നാൾ എഴുന്നേറ്റ് അവരോട് കൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോട് കൂടെ പോയി. ഇപ്പൊ നമ്മൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നമ്മുടെ കൂടെ ആൾക്കാർ ഒറ്റയ്ക്ക് പോകരുത്. ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ ഒറ്റയ്ക്ക് പോവാ, അത്ര തന്നെ ഉള്ളൂ. ഒരു നിവൃത്തി വേണ്ടി നമ്മൾ ഒരുമിച്ച് പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പത്രോസിന്റെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ പത്രോസ് തന്നെയല്ല കൊർന്നേലിയസിന്റെ ഭവനത്തിൽ പോയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പത്രോസ് തന്നെയല്ല കൊർന്നേലിയസിന്റെ ഭവനത്തിൽ പോയത്. കൊർന്നേലിയസ് ഭവനിൽ പോയപ്പം എന്ന് പറഞ്ഞാൽ പിറ്റന്നാൾ എഴുന്നേറ്റ് അവരോട് കൂടെ പുറപ്പെട്ട് യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോട് കൂടെ പോയി. ദൈവവചനം കേട്ട, ഒരുമിച്ച് ദൈവത്തെ സാക്ഷീകരിക്കുന്ന, കൂട്ടായ്മ ആചരിക്കുന്ന ആൾക്കാരും കൂടെ ഒരുമിച്ച് പത്രോസിനോട് കൂടെ പോയി. അതാണ് നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ നമ്മൾ കർത്താവിനെ ആൾക്കാരെ കണക്ട് ചെയ്ത് തരും. നമ്മൾ അവരോട് പറയണം, ഒരുമിച്ച് പോയി കർത്താവിനെ പ്രസംഗിക്കണം, ഒരുമിച്ച് സ്വിസിറ്റികളിൽ ചെല്ലണം, ഒരുമിച്ച് സ്റ്റേറ്റുകളിൽ ചെല്ലണം, ഒരുമിച്ച് ഈ യേശു ക്രിസ്തു രക്ഷകനാണെന്ന് മറ്റുള്ളവർ പ്രസംഗിക്കണം. നമ്മൾ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം കൂട്ടായ്മകൾ നമ്മൾ ആചരിക്കണം. ചർച്ചിൽ കൂട്ടായ്മകളെ വിട്ടുകളയരുത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴെല്ലാം എങ്ങനെയൊക്കെ ഫെലോഷിപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയല്ല ആ സമയത്തെല്ലാം നമ്മൾ ഫെലോഷിപ്പിൽ അറ്റൻഡ് ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. അവനോട് കൂടെ പോയി. പിറ്റന്നാൾ കൈസരിയിലെത്തി. അവിടെ കൊർന്നേലിയോസ് ചർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടി വരുത്തി അവർക്കായി കാത്തു നിന്നു. ഇത് പറഞ്ഞ് പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയോസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അതാണ് കൊർന്നേലിയോസ് ഇവിടെ വലിയ പട്ടാളത്തിലേക്ക് വലിയ പൊസിഷനുള്ള വ്യക്തിയാണ്. എങ്കിലും ദൈവദാസന്റെ മുമ്പിൽ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവം അയച്ച വ്യക്തിയുടെ മുമ്പിൽ ആ വ്യക്തിനെ ഹോണർ ചെയ്തു. ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ ദൈവവചനം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാരാണ്. അവരാണ് ഏറ്റവും വലിയ പൊസിഷൻ. അവർ ദൈവത്തിന്റെ സ്ഥാനപതികളാണ്. ഈ ലോകത്തിലെ പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും കിങ് ഒന്നുമല്ല. അവർക്ക് പെരിഷബിളാണ്. അവർ ഇന്നലെ നാളെ നാം മരിച്ചു നിത്യ നരകത്തിലേക്ക് ദൈവത്തെ അറിയാത്തവരാണ് പോകുന്ന വ്യക്തികളാണ്. ഇന്ന് ജീവിച്ച് നാളെ മരിക്കുന്നവരുടെ മുമ്പിൽ നമ്മൾ നിയമം അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം മുട്ടുമടക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. നിയമം അനുസരിച്ച് രാജ്യത്തിന് നിയമമല്ല അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മുമ്പിൽ ആ മുട്ടുമടക്കേണ്ടത്. അതാണ് എല്ലാ മുഴങ്കാലും യേശുവിന്റെ മുമ്പിൽ മടങ്ങുവന്ന് ഫിലിപ്പിയർക്ക് ലേഖനം 2 അധ്യായം 10 പറയുന്നു. അതാണ് ഫിലിപ്പിയൻസ് chapter 2 verses 10. Every knee shall bow in the name of Jesus Christ. Praise the Lord. The things are in heaven, things are on earth, things are under earth. Praise the Lord. Hallelujah. Every evil spirit knees, every wicked people knees, they should bow in the name of Jesus Christ. Praise the Lord. Hallelujah. അതാണ് കർത്താൻ വന്നത്. പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയസ് എതിരേറ്റു. അവന്റെ കാൽക്കൽ വീണു. അതാണ് കൊർന്നേലിയസ് എന്ന് പറഞ്ഞാൽ ആ കൊർന്നേലിയസ് കർത്താവിന്റെ കാൽക്കൽ വീണു. അദ്ദേഹത്തിന്റെ പൊസിഷനൊന്നും അല്ലായിരുന്നു. രാജ്യത്തിന്റെ പൊസിഷനൊന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. ദൈവമായിരുന്നു കൊർന്നേലിയസ്. ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിന് വേണ്ടി കൊർന്നേലിയസ് നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞ പത്രോസ് അകത്ത് കയറിയപ്പോൾ കൊർന്നേലിയസ് എതിരേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. അവനോട് സംഭാഷിച്ചുകൊണ്ട് അകത്ത് ചെന്നു. അനേകർ വന്നു കൂടിയിരുന്നത് കൊണ്ട് കണ്ടു. അവനോട് അനേകർ അവിടെ കൊർന്നേലിയസിന്റെ ഭവനത്തിലെത്തി ദൈവവചനം കേൾക്കാനായിട്ട്. ഇത് പറഞ്ഞ അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും പത്രോസ് പറയാണ്, അന്യജാതിക്കാരന്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനമോ അശുദ്ധനോ എന്ന് അറിയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാകുന്നു നിങ്ങൾ അയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്നെ വിളിപ്പിച്ച സംഗതി എന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്ന് പത്രോസ് പറയാൻ തുടങ്ങിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് എന്നെ വിളിപ്പിച്ച സംഗതി എന്താന്ന് പറയാൻ കൊള്ളാം. അന്ന് ജാതിക്കാരൻ്റെ അടുത്ത് വചനം പ്രസംഗിക്കാൻ പറ്റത്തില്ല എന്നാണ് പ്രൈസ് ദി ലോർഡ് ആദ്യമ നൂറ്റാണ്ടിൽ ശിഷ്യന്മാർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഈ വചനം നമുക്കറിയാം ജാതികൾക്ക് വലിലേക്ക് പോകരുത് എന്നാണ് ശിഷ്യന്മാർ ചിന്തിച്ചുകൊണ്ടിരുന്നത്.
പക്ഷെ ദൈവത്തിന്റെ ഹിതമോ യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിന്റെ രക്തത്താല് നമ്മളെ വീണ്ടെടുക്കപ്പെട്ടു. യേശുക്രിസ്തു തിരത്വത്തിന്റെ ഹിതത്താല്, തിരത്വത്തിന്റെ യോഗ്യതയാല് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവിൽ വലുപ്പം എന്ന് എഫെസസ് ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നു. പ്രൈസിലോട് ആരൊക്കെ വിശ്വസിക്കുന്നു? അതാണ് ആരൊക്കെ വിശ്വസിക്കുന്നു. അതാണ് as many as received that Jesus Christ is their Lord and Savior, our God is giving the right and power to become a children of God. അതാണ് കർത്താവ് അവർക്ക് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക്, യേശു ക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന വ്യക്തികൾ എന്ന് വെച്ചാൽ വിശ്വസിക്കുന്ന സ്നാനമേൽക്കും ചെയ്യുന്ന ജാതികളായിക്കോട്ടെ, യഹൂദന്മാരായിക്കോട്ടെ, യവനന്മാരായിക്കോട്ടെ, ഏഷ്യൻസ് ആയിക്കോട്ടെ, ആഫ്രിക്കൻസ് ആയിക്കോട്ടെ, ബ്രിട്ടീഷ് പീപ്പിൾ ആയിക്കോട്ടെ, US പീപ്പിൾ ആയിക്കോട്ടെ, whoever, praise the Lord, hallelujah, our God will never look at which country and which denomination you are from. Our God is looking at your heart always, whether your heart is turned to Jesus Christ or not. Praise the Lord. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിലെ ചേഞ്ചാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു, നമ്മൾ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ, പ്രൈസ് ദി ലോർഡ്, മുസ്ലിം എന്നോ, അതേപോലെ തന്നെ ബുദ്ധിസ്റ്റ് എന്നോ എന്നൊരു ചിന്തയില്ല കർത്താവിനില്ല. നമ്മൾ വിശ്വസിക്കുന്ന ഏവനിലേക്കും കർത്താവിന്റെ ശക്തി കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിൽ വിശ്വസിച്ച് സ്നാനപ്പെടുന്ന യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് മുഴു സ്നാനം എടുക്കുന്ന ഏത് വ്യക്തിക്കും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ നോക്കല്ല, നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ നോക്കരുത്. നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റിയ അവസരമെല്ലാം നമ്മൾ പ്രസംഗിക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പറ്റിയ അവസരങ്ങളെല്ലാം നമ്മൾ പ്രസംഗിക്കണം. എവിടേക്ക് കർത്താവിന് സാക്ഷി പറയാൻ പറ്റും അതെല്ലാം നമ്മൾ ഉപയോഗിക്കണം. ഈ ദൈവം സർവശക്തനായ ദൈവം നമ്മൾ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ ദിവസം ഓർത്തോർത്ത് നമ്മളെ പുസ്തകത്തിൽ എഴുതണം. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ ഓർത്തോർത്ത് എഴുതണം. പിന്നെ എഴുതുമ്പോൾ പിന്നെ എഴുതാനുള്ള വരം കർത്താവ് തരും. ഇത് പ്രൊഫസിയാണ്, ഞാൻ പ്രൊഫസിങ് റൈറ്റാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ പിന്നെയും എഴുതിക്കൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എഴുതുന്തോറും പിന്നെയും എഴുതിക്കും, പിന്നെയും കർത്താവ് തരും. പിന്നെയും പുതിയ അത്ഭുതങ്ങൾ ചെയ്യും, പുതിയ ഡ്രീംസിൽ കർത്താവ് തരും. റെന്റ് കൊടുക്കാൻ മൂർത്തിയില്ലാത്ത ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാം ദൈവസന്നിധിയിൽ നിന്ന് ഇരുന്നേ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അവർ ഗോഡ് വിൽ ഓപ്പൺ എ ഡോർ ഫോർ യു. പ്രൈസ് ദി ലോർഡ്. അവർ ഗോഡ് വിൽ ഹെൽപ്പ് യു. ജീവിക്കാൻ മൂർത്തിയില്ല ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പിള്ളേരെ പഠിപ്പിക്കാൻ മൂർത്തിയില്ലാത്ത ആൾക്കാരെ വാച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിലേക്ക് വന്ന് ബിംബാരാധനെ വിട്ടുമാറി ദൈവത്തെ ആത്മാവിന്റെ സത്യത്തിലും ആരാധിക്കാനായിട്ട് വന്നേ. ആരാധനയിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടും. ആരാധനയിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടും. പൗലോസും ശീലാസും 16-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ആരാധിച്ചപ്പോൾ ചങ്ങലകൾ പൊട്ടിമാറി. അവർക്ക് വിടുതൽ കിട്ടി. ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ ശക്തിയുണ്ട്, ആരാധനയിൽ മഹത്വമുണ്ട്, ആരാധനയിൽ അസാധാരണമായി ദൈവപ്രവൃത്തി കർത്താവിന് ചെയ്യാനായിട്ട് പറ്റും. ആരാധനയിൽ അത്ഭുതങ്ങൾ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കുന്ന കൂട്ടമാണ് നമ്മള്. കൊർന്നേലിയോസ് ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു, ദൈവദൂതൻ അവിടെ ഇറങ്ങി. പത്രോസ് ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു, ദൈവദൂതൻ ഇറങ്ങി ദർശനങ്ങളെ കാണിച്ചു, ഗൈഡൻസ് കൊടുത്തു. ഇന്ന് നമ്മളും ആരാധിക്കാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. ആരാധിക്കുമ്പോൾ നമുക്ക് ശത്രുക്കൾ നമുക്ക് കെട്ടിയ കോട്ടകൾ മൊത്തം നമ്മൾ ആരാധിക്കും. യെരിഹോ മുതൽ തകർന്ന് വീണ പോലെ അപ്രത്യക്ഷമാകും. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കൾ അപ്രത്യക്ഷമാകും, അവരെ കോട്ടകൾ അപ്രത്യക്ഷമാകും. ആരാധനയ്ക്ക് സമയം കൊടുക്കാനായിട്ട് യേശുക്രിസ്തു നാമത്തിൽ ഉത്സാഹിപ്പിക്കുന്നു. പിശാച് ഒരേ ഒരു കാര്യം ദൈവത്തോട് ചോദിച്ചുള്ളൂ മരുഭൂമിയിലെ പരീക്ഷ സമയത്ത്, നീ കുമ്പിട്ടെന്നെ ആരാധിച്ചാൽ ഈ ലോകം മൊത്തം നിനക്ക് തരാം. അപ്പം ആരാധനയുടെ മഹത്വം ഈ സർവ്വ ലോകം നേടിയാലും അതിന് വിലയിടാൻ പറ്റത്തില്ല. പ്രൈസ്. അതിനേക്കാളും വലുതാണ് ദൈവത്തിന് കൊടുക്കുന്ന ആരാധന. അതാണ് പിശാചിന് വേറിയ വിലയേറിയ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയുടെ മഹത്വം നമ്മൾ സർവ്വ ലോകം നേടുന്നതിനേക്കാളും വലുതാണ്. ഈ ലോകത്തിലുള്ള സാധനം തരുന്നേക്കാളും വലുതാണ്. ഈ ലോകം മൊത്തം തരുന്നതിനേക്കാളും നേടുന്നതിനേക്കാളും വലുതാണ് ഒരു ആരാധനയുടെ വിലയും പവറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പൊ എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാർത്ഥിക്കട്ടെ ആഗ്രഹിക്കുന്നു. ഇത് അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 29-ാം വാക്യം. കൊർന്നേലിയോസിന്റെ വീട്ടിൽ പത്രോസ് ചെന്നു. ഇനി പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ പ്രസംഗിക്കുന്ന കാര്യം അടുത്ത സെഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഓൺലൈൻ വായിക്കുന്ന ഓരോ വ്യക്തിയും കർത്താവ് പ്രാർത്ഥിക്കുന്നു. പിതാവ് നന്ദിയോട് സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേട്ട ഓരോ വ്യക്തിയോർത്ത് പിതാവിന്റെയും പുത്രന്റെയും കർത്താവെ ഈ വചനം കേട്ട ഓരോ വ്യക്തിക്ക് ഓർത്ത് കർത്താവെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം അവരിലേക്ക് കൊടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവ്, ഈ അപ്പോസ്തലപ്രവൃത്തി പഠിച്ച് തീരുമ്പോൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനുള്ള ശക്തിയും ഉണർവും കഴിവ് കൊടുത്തതിനോർത്ത് നന്ദി പറയുന്ന കർത്താവ്. ക്ഷീണിച്ച ശരീരങ്ങൾ ബലം പ്രാപിക്കട്ടെ കർത്താവ്. മനസ്സ് തകർന്ന ആൾക്കാർക്ക് പുതിയ ജീവൻ കെട്ടട്ടെ കർത്താവ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓൺലൈൻ ജോലി ഓരോ വ്യക്തിയും പ്രാർത്ഥിക്കുന്ന കർത്താവ്. തോമസ് വാത്തി, ക്ലെയർ, ബെക്സി, ജോൺ, റോജി മോൻസി, ഭോജി മോൻസി,
ലിസി വർഗീസ്, ജോൺസൺ ജോൺ, പ്രൈസ് ലോർഡ്, ലക്ഷ്മൺ, പ്രജീത്ത, ക്ലെയർ, ജാൻസി, ഓരോ വ്യക്തികളുടെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് വചനം ശക്തിയോടുകൂടി എല്ലാ സ്ഥലത്തും ചെല്ലുവാനുള്ള പ്രവർത്തനം കർത്താവ് അസാധ്യങ്ങൾ സാധിക്കട്ടെ. കർത്താവ് രോഗപീഠകളെ ഞാൻ ശാസിക്കുന്നു യേശുവിന്റെ നാമം. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ once again more I pray for you and every people right now. ദേശത്തിന് വളരാൻ വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. In Jesus' name I pray. Amen. The grace of our Lord Jesus Christ, the love of God, the sweet fellowship of the Holy Spirit be with you all. Surely the goodness and mercy will follow us all the days of our life, and I will dwell in the house of the Lord forevermore. Amen. പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെ കൃപയും വിശുദ്ധാത്മാവിന്റെ കൂട്ടായും നമ്മളോട് ഉണ്ടായിരിക്കട്ടെ. God bless you everybody. Okay. Thank you.